നമസ്കാരം. വാർത്തകളും വിശേഷങ്ങളുമായി സൗത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ സിനി ചന്ദ്ര. ഇന്നത്തെ പ്രധാന സംഭവ വികാസങ്ങളിലേക്ക്. കരുനാഗപ്പള്ളിയിൽ നിരവധി പേരെ തെരുവുനായ കടിച്ചു. 3 വയസ്സുകാരി ഉൾപ്പെടെയാണ് തെരുവുനായ കടിച്ചത്. മരുതൂർ കുളങ്ങരയിലാണ് സംഭവം. ഇൻസ്റ്റഗ്രാം വഴി പരിചയം. 15-കാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു. 25-കാരൻ അറസ്റ്റിൽ. പുനലൂർ മണിയാർ പരവട്ടം സ്വദേശി ഷാഹിനാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യം. രാഹുലിന്റെ കോലം കത്തിച്ച് പ്രതിഷേധം. അഞ്ചലിലും തെന്മലയിലും കോലം കത്തിച്ചു. യുവാക്കൾക്കും പുതുതലമുറയ്ക്കും ഉപകരിക്കത്തക്ക വിധം കഥകളിയെ സംഘടിപ്പിക്കേണ്ടതുണ്ടെന്ന് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ SIR. ജീവിതത്തിന്റെ അശാന്തകാലത്ത് ശാന്തത പകരുന്ന കലയാണ് കഥകളിയെന്നും ദിവ്യ SIR. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ കഥകളി ഫെസ്റ്റ് സമാപിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. കരുനാഗപ്പള്ളിയിൽ നിരവധി പേരെ തെരുവുനായ കടിച്ചു. 3 വയസ്സുകാരിയെ ഉൾപ്പെടെയാണ് തെരുവുനായ കടിച്ചത്. മരുതൂർ കുളങ്ങര തെക്കും വടക്കുമാണ് തെരുവുനായയുടെ ആക്രമണം നടന്നത്. കരുനാഗപ്പള്ളി മരുതൂർ കുളങ്ങര തെക്കുഭാഗത്താണ് തെരുവുനായുടെ ആക്രമണം ആദ്യമുണ്ടായത്. കഴിഞ്ഞ ദിവസവും ഇവിടെ തെരുവുനായുടെ ആക്രമണമുണ്ടായിരുന്നു. മരുതൂർ കുളങ്ങര വടക്ക് സുരേന്ദ്രന് നായയുടെ കടിയേറ്റു. ചുണ്ടിനുൾപ്പെടെയാണ് നായയുടെ കടിയേറ്റത്. താലൂക്ക് ആശുപത്രിയിൽ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം ഇയാളെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മരുതൂർ കുളങ്ങര തെക്ക് 3 വയസ്സുകാരി ചൈതന്യലക്ഷ്മി വീടിന്റെ മുറ്റത്ത് കളിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നായ ആക്രമിച്ചത്. നാല് വയസ്സുകാരി നന്മയെ ബന്ധുവിനൊപ്പം ബൈക്കിൽ പോകുമ്പോഴാണ് നായ കടിച്ചത്. 37 വയസ്സുകാരിയായ കൃഷ്ണകുമാരിയെ വീട്ടുമുറ്റത്ത് വെച്ച് നായ കടിച്ചു. ഞാൻ കണ്ടില്ല. നോക്കിട്ട് ചെരുപ്പം അങ്ങോട്ട് ഒരു അയാളിലോട്ട് കൊടുത്തച്ച് കാശെടുക്കാൻ പറഞ്ഞ് അങ്ങോട്ട് ഒന്ന് പട്ടി ഓടി വന്നു. ചൂലയിലും കയ്യിലും കൂടെ അങ്ങ് കളിച്ചുകൊണ്ട് അങ്ങ് പോയി. അപ്പോൾ പട്ടി പടിഞ്ഞാട്ട് ചൂലുമായിട്ട് ഓടുന്നതാണ് ഞാൻ കാണുന്നത്. ഞാൻ എൻ്റെ കയ്യെ പട്ടി അടിച്ചതെന്ന് പറഞ്ഞ് ഞാൻ കണ്ടു. എൻ്റെ അമ്മേരും കാണുന്നു പട്ടി കടിച്ചത്. നായയുടെ കടിയേറ്റവർ കരുനാഗപ്പള്ളി താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടി. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. സർക്കാർ നഴ്സുമാരുടെ റേഷ്യോ പ്രൊമോഷൻ നടപ്പാക്കണമെന്ന് KGNA കൊല്ലം ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. CPM ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ നിന്നും വിരമിച്ച നഴ്സുമാർക്ക് യാത്രയയപ്പ് നൽകി. SSLC+2 ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. സർക്കാർ നഴ്സുമാരുടെ റേഷ്യോ പ്രൊമോഷൻ നടപ്പിലാക്കണമെന്ന് KGNA ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടറി S. സുദേവൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലയിൽ നിന്ന് വിരമിച്ച നഴ്സുമാർക്ക് യാത്രയയപ്പ് നൽകി. SSLC+2 ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഉയർന്ന മാർക്ക് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ഈ കേരളത്തിലാണ് 3 ലക്ഷത്തോളം നടന്നു. ഇനിയും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ഇനിയും നാം കാണേണ്ടത് എല്ലാ കാര്യങ്ങളും നേടിയ നേട്ടങ്ങൾ ഉറപ്പിച്ചുകൊണ്ട് പുരോഗതിയിലേക്ക് പോവുക എന്നുള്ളത്. ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്താണ് നമ്മുടെ ഭരണം കേരളത്തിൽ നടക്കുന്നത്. എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണമായി പരിഹാരം കാണാൻ ഒരു ഫെഡറൽ സംവിധാനം നിലനിൽക്കുന്ന ഒരു രാജ്യത്തൊരു സംസ്ഥാനത്തിൻ്റെ ഭരണം കൊണ്ട് മാത്രം കഴിയത്തില്ല. കേരളത്തിൻ്റെ സർക്കാരിൻ്റെ വരുമാനത്തിൻ്റെ 80.3% സർക്കാർ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും പെൻഷൻ്റെ ആനുകൂല്യവും നൽകുന്ന നാടാണ് ഈ കേരളം. നിങ്ങളുടെ വീട്ടിൽ 1 ലക്ഷം രൂപയുടെ കാർഷിക വരുമാനം വന്നാൽ 80,300 രൂപ അതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനും ജോലിക്കും തൊഴിലാളിക്കും കൂടി കൊടുത്താൽ ബാക്കി 19,700 രൂപ കൊണ്ട് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യും എന്ന പ്രശ്നം ഒരു കുടുംബത്തിനകത്ത് വരുന്നത് പോലെ ഇതിനകത്തും ഈ പ്രശ്നങ്ങൾ വരികയാണ്. ജില്ലാ പ്രസിഡന്റ് R. നീതു അധ്യക്ഷത വഹിച്ചു. VS. അനൂറാണി രക്തസാക്ഷി പ്രമേയവും ഷനൂജ് ഖാൻ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. KGNA സംസ്ഥാന സെക്രട്ടറി TT കമറുസമൻ, C. ഗാഥ, R. ദേവാനന്ദ്, A. അനീഷ്, SG ഗംഗ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കൊല്ലം.
അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിൽ ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ആൻഡ് റെസീലിയന്റ് ഫ്യൂച്ചേഴ്സ് സംഘടിപ്പിക്കും. ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 1 വരെയാണ് അന്താരാഷ്ട്ര കോൺഫറൻസ്. 9 ട്രാക്കുകളിലായി കാലാവസ്ഥ, പരിസ്ഥിതി പുനഃസ്ഥാപനം, സുസ്ഥിരത തുടങ്ങിയ 50ഓളം വിഷയങ്ങൾ ചർച്ച ചെയ്യും. ബന്ധപ്പെട്ടവർ കൊല്ലത്ത് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. അമൃത വിശ്വവിദ്യാപീഠം അമൃതപുരി ക്യാമ്പസിലാണ് രാജ്യാന്തര കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ സസ്റ്റൈനബിൾ ആൻഡ് റെസിലിയന്റ് ഫ്യൂച്ചേഴ്സ് എന്ന പേരിലാണ് കോൺഫറൻസ് സംഘടിപ്പിക്കുക. അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ്, യുനെസ്കോ ചെയർ ഓൺ എക്സ്പീരിയൻഷ്യൽ ലേണിംഗ് ഫോർ സസ്റ്റൈനബിൾ ഇന്നൊവേഷൻ ആൻഡ് ഡെവലപ്മെന്റ്, ഇന്റർനാഷണൽ നെറ്റ്വർക്ക് ഫോർ സസ്റ്റൈനബിൾ ഇന്നൊവേഷൻ ആൻഡ് റെസിലിയന്റ് ഫ്യൂച്ചേഴ്സ് എന്നിവരുമായി സഹകരിച്ചാണ് ഈ മാസം 29 മുതൽ സെപ്റ്റംബർ 1 വരെ രാജ്യാന്തര കോൺഫറൻസ് സംഘടിപ്പിക്കുന്നത്. മൊത്തം പ്രോഗ്രാമിന് വിവിധ രാജ്യങ്ങളിൽ നിന്നായിട്ട് ഏകദേശം 24 രാജ്യങ്ങളിൽ നിന്നായിട്ട് 84 കീനോട്ട് സ്പീക്കേഴ്സ് ആണ് എത്തുന്നത്. അവര് വിവിധ ഭാഗങ്ങളിലായിട്ട് വിവിധ ഏരിയകളിലാണ് സംസാരിക്കുന്നത്. ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് ഒരു 9 ട്രാക്സ് ആണ് ഈ കോൺഫറൻസിന് ചിന്തിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ട്രാക്ക് നോക്കുന്നത് ക്ലൈമറ്റ് ആക്ഷൻ, എൻവയോൺമെന്റൽ റെസ്റ്റോറേഷൻ ആൻഡ് ഡിസാസ്റ്റർ റിസ്ക് റിഡക്ഷൻ. എല്ലാവർക്കും അറിയാവുന്നതാണ്. ഏറ്റവും കൂടുതൽ നമ്മൾ കേരളത്തിലായാലും ഇന്ത്യ ഒട്ടുക്കായാലും വളരെയധികം പ്രശ്നമുള്ള കാര്യമാണ് ഡിസാസ്റ്റേഴ്സ്, ക്ലൈമറ്റിന്റെ ചേഞ്ച് ഉള്ളത്. അതാണ് ആദ്യത്തെ ട്രാക്ക് നോക്കുന്നത്. രണ്ടാമത്തെ ട്രാക്ക് നോക്കുന്നത് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ ആൻഡ് ഫുഡ് സെക്യൂരിറ്റിയാണ്. ഇന്ത്യ ഒട്ടാകെ നമ്മളുടെ ലൈവ്ലിഹുഡ് സിസ്റ്റവും നമ്മളുടെ രാജ്യത്തിന്റെ ഉന്നമനവും ആധാരമായി നിൽക്കുന്നത് തന്നെ അഗ്രികൾച്ചർ സിസ്റ്റവും ഫുഡ് സെക്യൂരിറ്റിയിലുമാണ്. മൂന്നാമത്തെ ട്രാക്ക് നോക്കുന്നത് ഹെൽത്ത്, വെൽബീയിങ് ആൻഡ് ന്യൂ അപ്രോച്ചസ് ഇൻ ഡിജിറ്റൽ ഹെൽത്ത്. അപ്പൊ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ രാജ്യത്തിലെ ഹെൽത്ത് കെയർ സിസ്റ്റം മാറ്റാനും റൂറൽ ഹെൽത്ത് കെയർ എങ്ങനെ എംപവർ ചെയ്തെടുക്കാം, അതുപോലെ ഡിജിറ്റൈസേഷൻ എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളതാണ് ഈ ട്രാക്കിൽ നോക്കുന്നത്. 9 ട്രാക്കുകളിലായി കാലാവസ്ഥ, പരിസ്ഥിതി പുനഃസ്ഥാപനം, സുസ്ഥിരത തുടങ്ങി 50ഓളം വിഷയങ്ങൾ ചർച്ച ചെയ്യും. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൗഹാൻ, യുനെസ്കോ ഡൽഹി ഓഫീസ് ഡയറക്ടർ ഡോക്ടർ ടിം കേർട്ടിസ്, കർണാടക അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉമാ മഹാദേവൻ ദാസ് ഗുപ്ത, നബാർഡ് ചെയർമാൻ KB ഷാജി എന്നിവർ കോൺഫറൻസിന്റെ ഭാഗമാകും. ബന്ധപ്പെട്ടവർ വാർത്താ സമ്മേളനത്തിലാണ് ഈ കാര്യം അറിയിച്ചത്. 20ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ കോൺഫറൻസിന്റെ ഭാഗമായി അമൃതപുരിയിലെത്തുമെന്ന് ഡോക്ടർ മനീഷ വി രമേശ്, രഞ്ജിത് മോഹൻ, അമൃത നമ്പ്യാർ എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, കൊല്ലം. ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ കാർഷിക മേഖലയ്ക്ക് അധിക വരുമാനം ലഭിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ. കുളക്കട ഗ്രാമപഞ്ചായത്തിൽ പച്ചക്കറി ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ജൈവം, ജീവാമൃതം, ഫലശ്രീ പദ്ധതികളിലൂടെയാണ് പച്ചക്കറി ഫലവൃക്ഷ തൈകൾ ലഭ്യമാക്കിയത്. ഫലവൃക്ഷങ്ങൾ കൃഷി ചെയ്യുന്നതിലൂടെ കാർഷിക മേഖലയ്ക്ക് അധിക വരുമാനം ലഭിക്കുമെന്ന് മന്ത്രി KN ബാലഗോപാൽ ചൂണ്ടിക്കാട്ടി. ഡ്രാഗൺ ഫ്രൂട്ട്, റംബൂട്ടാൻ തുടങ്ങിയ പുതിയ ഫലങ്ങൾക്ക് വിപണിയിൽ പരമ്പരാഗത വിളകളേക്കാൾ വിലയുണ്ട്. അലങ്കാര ചെടികൾക്കും വിലയുണ്ട്. കൊല്ലം ജില്ലയിലെ ഫലഭൂയിഷ്ഠമായ കൃഷിഭൂമിയുള്ള മേഖലയാണ് കുളക്കട. അത് ഉപയോഗപ്പെടുത്തി പുതിയ ഇനം കാർഷിക വിളകളുടെ കൃഷിക്കായി ബ്ലോക്ക് പഞ്ചായത്തുകളുമായി ചേർന്ന് പദ്ധതി തയ്യാറാക്കണം. കൃഷിയുടെ മേൽനോട്ടത്തിനും കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിപണനത്തിനും സംവിധാനമൊരുക്കണമെന്നും മന്ത്രി പറഞ്ഞു. അപ്പം ഞങ്ങളുടെ മന്ത്രി മന്ദിരത്തിൻ്റെ അവിടെ ഈ ഡ്രാഗൺ ഫ്രൂട്ടും കൊണ്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ നല്ലതുപോലെ കൃഷി ചെയ്യുന്ന കാര്യേറ്റ് മേഖലയിലാണ് ഡ്രാഗൺ ഫ്രൂട്ട് നല്ലപോലുള്ളത്. ഇവർ നിലമേക്കാരാണെന്ന് മനസ്സിലാക്കിയത്. കാര്യേറ്റ ഭാഗത്ത് നല്ലപോലെ ഡ്രാഗൺ ഫ്രൂട്ടുള്ള കുറേ തോട്ടങ്ങളുണ്ട്. ഒരു റിട്ടയർഡ് SI ഉണ്ട്, കർഷക സംഘത്തിൻ്റെ നേതാവ്. അദ്ദേഹത്തിന് അവിടെ ഞാനീ പറഞ്ഞത്. അപ്പോൾ അത് നമ്മുടെ അവിടെയും ഈ വലിയ വെയിൽ വേണം, പക്ഷേ വെയിലൊന്നും കുറവാണ്. ഈ മന്ത്രിമാർ താമസിക്കുന്ന വീടെന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് ക്വാർട്ടേഴ്സ് ആണല്ലോ. അവിടെ നല്ലപോലെ മരങ്ങളുണ്ട്, എന്നാലും നല്ലപോലെ കായ ഉണ്ടാകുന്നുണ്ട്. 3 വർഷം ആയപ്പോഴേക്കും വെയിൽ കിട്ടുന്നിടത്ത് നല്ലപോലെ പ്രത്യേക നോട്ടമൊന്നും ഇല്ലെങ്കിലും നല്ലപോലെ ഡ്രാഗൺ ഫ്രൂട്ട് വരുന്നുണ്ട്. ഇവിടെ ഡ്രാഗൺ ഫ്രൂട്ട് ചെയ്യുന്ന ചില സ്ഥലങ്ങളുണ്ടെന്നാണ് ഇവിടെ അറിയാം, നിങ്ങൾക്ക് ഇവർക്ക് അറിയുന്നതാണ്. ഇപ്പോൾ പ്ലാവ്, അതുപോലെ റംബുട്ടാനാണെങ്കിൽ ഒരു 3 വർഷം മുതൽ 10 വർഷം 8 വർഷം ആകുമ്പോഴേക്കും നല്ല അതിന് ബഡ് ഇനത്തിൽ നല്ലപോലെ കായ ഉണ്ടാവും. ഇതൊക്കെ നമ്മുടെ പരമ്പരാഗത കൃഷിയേക്കാളും വില കിട്ടുന്നതാണ്. മറ്റ് ഫലവൃക്ഷങ്ങളുമുണ്ട്. നമ്മളിവിടെ ഈ കൃഷി ചെയ്യുമ്പം ഏറ്റവും കൂടുതൽ ഫലഭൂയിഷ്ഠമായ സ്ഥലങ്ങളുള്ള കൊല്ലം ജില്ലയിലെ പ്രദേശങ്ങളിലൊന്നാണ് കുളക്കടയും മഞ്ഞളും ഒക്കെ അതുപോലെയാണ്. കല്ലടയാറിൻ്റെയൊക്കെ ആ പശ്ചാത്തലവും പിന്നെ പാടശേഖരങ്ങളും എല്ലാം ഉള്ളതുകൊണ്ടാണ്. അപ്പോൾ ഞാൻ ബ്ലോക്ക് പ്രസിഡന്റുമായിട്ടും പഞ്ചായത്ത് പ്രസിഡന്റ് ഭാരവാഹികളായിട്ടൊക്കെ സംസാരിച്ച കൃഷി ഓഫീസർമാരുമായിട്ടും ഇന്ന് സംസാരിച്ചു. കുളക്കട ഗ്രാമപഞ്ചായത്തിൽ ജൈവം, ജീവാമൃതം, ഫലശ്രീ പദ്ധതികളിലൂടെ ലഭ്യമാക്കിയ പച്ചക്കറി ഫലവൃക്ഷ തൈകളുടെ വിതരണോദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പൂവാറ്റൂർ ഗവൺമെന്റ് LP സ്കൂളിലായിരുന്നു പരിപാടി. ന്യൂസ് ബ്യൂറോ, കുണ്ടറ. SNDP യോഗം മുൻ ജനറൽ സെക്രട്ടറിയും ഗുരുവായൂർ ദേവസ്വം ബോർഡ് മുൻ അംഗവും കോൺഗ്രസ് നേതാവുമായ അഡ്വക്കേറ്റ് K. ഗോപിനാഥന്റെ ആത്മകഥ പ്രകാശനം ചെയ്തു. ഞാൻ എൻ്റെ ജീവിതം എന്ന പേരിലാണ് ആത്മകഥ രചിച്ചത്. പുസ്തക പ്രകാശനം KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ നിർവഹിച്ചു.
ഞാൻ എൻ്റെ ജീവിതം എന്ന പേരിലാണ് അഡ്വക്കേറ്റ് കെ ഗോപിനാഥൻ തൻ്റെ ജീവിതാനുഭവങ്ങൾ രചിച്ചിട്ടുള്ളത്. ശ്രീനാരായണ പ്രസ്ഥാനത്തിന്റെ നേതൃനിരയിലും വിവിധ സംഘടനകളുടെ നേതൃനിരയിലും പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ പുസ്തകം ഓച്ചിറ പരബ്രഹ്മക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിലാണ് പ്രകാശനം ചെയ്തത്. KPCC മുൻ പ്രസിഡന്റ് VM സുധീരൻ പുസ്തകത്തിന്റെ പ്രകാശനം നിർവഹിച്ചു. ശിവഗിരി മഠം സ്വാമി ബ്രഹ്മസ്വരൂപാനന്ദ പുസ്തകം ഏറ്റുവാങ്ങി. ജനങ്ങൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച, ജനങ്ങളെ സ്നേഹിച്ച, നാടിനെ സ്നേഹിച്ച, പ്രതിജ്ഞാബദ്ധമായി ജനനന്മയ്ക്ക് വേണ്ടി പ്രവർത്തിച്ച വ്യക്തികളുടെ ജീവിതം പുതിയ തലമുറയ്ക്ക് പരിചയപ്പെടുത്തുക എന്നുള്ളത്, അവർ സ്വയം അത് വിവരിക്കുക എന്നുള്ളത് നല്ലൊരു അനുഭവമാണ്. അവരൊക്കെ സ്വജീവിതത്തിൽ അനുഭവിച്ച പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, സാമൂഹ്യ രംഗത്തെ അവരുടെ കാഴ്ചപ്പാടുകൾ, സമൂഹ നന്മയ്ക്ക് വേണ്ടി അവർ അനുഷ്ഠിച്ച ത്യാഗനിർഭരമായ പ്രവർത്തനങ്ങൾ, അതേക്കുറിച്ചെല്ലാം സ്വാഭാവികമായി ഗ്രന്ഥകർത്താവിൻ്റെ മനസ്സാണ് അതിൽ പ്രകടമാകുന്നത്. അവരുടെ കാഴ്ചപ്പാടിലൂടെയാണ് കാര്യങ്ങൾ വിശദീകരിക്കുന്നത്. അത് വിശദീകരിക്കാനുള്ള പൂർണ്ണമായ സ്വാതന്ത്ര്യം അവർക്കുണ്ട്. അതിനോട് എല്ലാവരും യോജിക്കണമെന്നുമില്ല, വിയോജിക്കേണ്ടവർക്ക് വിയോജിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. CR മഹേഷ് MLA അധ്യക്ഷത വഹിച്ചു. PK അനിൽകുമാർ പുസ്തകം പരിചയപ്പെടുത്തി. ശാന്തഗിരി ആശ്രമം മഠാധിപതി ഗുരുരത്നം ജ്ഞാനതപസ്വി അനുഗ്രഹ പ്രഭാഷണം നടത്തി. മുൻമന്ത്രി മുല്ലക്കര രത്നാകരൻ, മുൻ MP K സോമപ്രസാദ്, യു പ്രതിഭ MLA അഡ്വക്കേറ്റ് KP ശ്രീകുമാർ, തൊടിയൂർ മുഹമ്മദ് കുഞ്ഞ് മൗലവി, ഫാദർ സോളു കോശി രാജു, ഡോക്ടർ പൊന്നലൂർ സോമരാജൻ, B ശ്രീദേവി, S പവനനാഥൻ, ശ്രീഹരി കോട്ടിരത്ത, V ജയകുമാർ, ഡോക്ടർ അനിൽ മുഹമ്മദ്, ഫിറോസ് യൂസഫ്, BS വിനോദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് പ്രകടനവും കോലം കത്തിക്കലും നടത്തി. DYFI ഇടമൺ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. ഇടമൺ സത്രം ജംഗ്ഷനിലാണ് കോലം കത്തിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് DYFIയുടെ നേതൃത്വത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം കത്തിച്ചത്. പ്രതിഷേധ പ്രകടനവും നടത്തി. DYFI ഇടമൺ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. DYFI ബ്ലോക്ക് ട്രഷറർ എബി ഷൈനു പ്രകടനം ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് ശശികുമാർ അധ്യക്ഷത വഹിച്ചു. രതീഷ് വട്ടവിള, റിയാസ് അകൽചന്ദ്രൻ, നിസാം, വിൽസൺ, ജീവൻകുമാർ, എസ് വിനോദ, മെഹബൂബ് ഖാൻ, അജിത് തങ്കച്ചൻ, K ലാലു തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒരു സൂചന മാത്രമാണ്. രാജിവെക്കുന്നവരെ വരെ കേരളമാകെ DYFIയുടെ പ്രതിഷേധങ്ങൾ ഇനിയും കാണാനിടയാവുന്നതാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. ഗ്രാമപഞ്ചായത്തും മത്സ്യവകുപ്പും സംയുക്തമായി ഓച്ചിറ കൊറ്റമ്പള്ളിയിൽ നടത്തിയ മത്സ്യകൃഷിയുടെ വിളവെടുപ്പാണ് നടത്തിയത്. ഓച്ചിറ ഗ്രാമപഞ്ചായത്തിന്റെയും മത്സ്യവകുപ്പിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് B ശ്രീദേവി ഉദ്ഘാടനം നിർവഹിച്ചു. 2021 സാമ്പത്തിക വർഷം ഗ്രാമപഞ്ചായത്ത് നടപ്പാക്കിയ സുഭിക്ഷ മത്സ്യകൃഷിയുടെ ഭാഗമായി തുടങ്ങിയ പദ്ധതി തുടർ വർഷങ്ങളിലും മത്സ്യവകുപ്പിന്റെ സഹകരണത്തോടെ നടപ്പാക്കുകയായിരുന്നു. കൊറ്റമ്പള്ളി 9ാം വാർഡിൽ വീണാഭവനത്തിൽ വിജയന്റെ വീട്ടുവളപ്പിലെ മത്സ്യകൃഷിയാണ് വിളവെടുത്തത്. ഓച്ചിറ പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിൽ വിജയകരമായാണ് പദ്ധതി നടപ്പാക്കുന്നതെന്നും തുടർ വർഷങ്ങളിൽ ഇത് വിജയകരമായി കൊണ്ടുപോകാൻ സാധിക്കുമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. മത്സ്യ മേഖലയെ പ്രോത്സാഹിപ്പിക്കുന്നതിന്, മത്സ്യ കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റ്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്തും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് വിവിധ തരത്തിലുള്ള പദ്ധതികൾ ഏറ്റെടുത്ത് മത്സ്യകൃഷിയെ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. അത്തരത്തിലാണ് ഇപ്പോൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെന്റിന്റെ നേതൃത്വത്തിൽ ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട് അതിന്റെ വിളവെടുപ്പ് വിജയകരമായി നടന്നിരിക്കുന്നത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കൃഷ്ണകുമാർ ആദ്യ വിൽപ്പന നടത്തി. വളരെ അഭിമാനത്തോടു കൂടി പറയാൻ കഴിയുന്നത് ഓച്ചിറ പഞ്ചായത്തിൽ മത്സ്യകൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ഏറ്റെടുത്തതെല്ലാം വളരെ വിജയകരമായും അതുപോലെ തന്നെ ഏറെ അഭിമാനത്തോടും കൂടി തന്നെ നാടിനു വേണ്ടി സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കൊറ്റമ്പള്ളി 9ാം വാർഡിലെ വീണാ നിവാസിൽ ശ്രീ വിജയൻ, അദ്ദേഹത്തിന്റെ ശ്രമഫലമായി കഴിഞ്ഞ 4 വർഷവും വളരെ വിജയകരമായി ഏറ്റവും കൂടുതൽ അത്യുൽപാദനമായി ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിന് ആദ്യത്തെ ഘട്ടമായി ഈ തിലോപ്പിയ അതിന്റെ വിളവെടുപ്പ് കഴിഞ്ഞു. അതിനുശേഷം വരാല്, അതുപോലെ തന്നെ കരട്ടി എന്ന വിവിധ ഇനങ്ങളിൽപ്പെട്ട മത്സ്യങ്ങൾ വളർത്തി അതിന്റെ വിജയകരമായ വിളവെടുപ്പാണെന്ന്
നടത്തിയത്. വരുന്ന കാലഘട്ടങ്ങളിലും എല്ലാവർക്കും ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഫിഷറീസ് കോർഡിനേറ്റർ സ്മിത, കൃഷിവകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഓച്ചിറ. യുവാക്കൾക്കും പുതുതലമുറയ്ക്കും ഉപകരിക്കത്തക്ക വിധം കഥകളിയെ സംഘടിപ്പിക്കേണ്ടതുണ്ടെന്ന് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ. ജീവിതത്തിന്റെ അശാന്ത കാലത്ത് ശാന്തത പകരുന്ന കലയാണ് കഥകളിയെന്നും അവർ അഭിപ്രായപ്പെട്ടു. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ കഥകളി ഫെസ്റ്റിന്റെ സമാപനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ദിവ്യ എസ് അയ്യർ. ജീവിതത്തിന്റെ അശാന്തമായ അതിവേഗ ഓട്ടത്തിനിടയിൽ മനസ്സിൽ സമാധാനത്തിന്റെയും ശാന്തതയുടെയും തിരികൊളുത്തലാണ് കഥകളി ആസ്വാദനമെന്ന് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ എസ് അയ്യർ അഭിപ്രായപ്പെട്ടു. മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അവർ. ആത്മീയതയെയും കലയെയും ചേർത്ത് നിർത്തി മാനവികതയ്ക്ക് പുതിയ മാനം നൽകുകയാണ് മണ്ണൂർക്കാവ് കഥകളി ഫെസ്റ്റിവൽ. ലോകോത്തര കലയായ കഥകളിയെ യുവാക്കൾക്കും പുതുതലമുറയ്ക്കും ഉപകരിക്കത്തക്ക വിധം സംഘടിപ്പിക്കേണ്ടത് അനിവാര്യമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. അതിന്റെ ഗുണഭോക്താവായി വരുന്ന അനേകം ലക്ഷങ്ങൾ തുകയല്ല, ജനങ്ങൾ, അനേകം ജനലക്ഷങ്ങളുടെ മനസ്സിലും ജീവിതത്തിലും കൊണ്ടുവരുന്ന മാറ്റമാണ് ഞാൻ കാണേണ്ടത് എന്നുള്ള ഒരു ആഴമുണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യത്തിൽ. ആ ഒരു ആഴം എനിക്ക് എൻ്റെ ചിത്രങ്ങൾക്ക് നൽകുവാനാണ് ഞാൻ കഥകളിയുടെ ചിത്രം വരച്ചത്. കാരണം നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തി അത്രയധികം തലങ്ങളുണ്ട്. ആ തലങ്ങളൊക്കെ വിസ്മരിച്ചുകൊണ്ട് എല്ലാം ഒരൊറ്റ വരയായി നമ്മളിങ്ങനെ നീട്ടി വരയ്ക്കുവാനായി ശ്രമിക്കുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ. എല്ലാം വളരെ എളുപ്പത്തിലൊക്കെ ചെയ്തു തീർക്കുക എന്നുള്ളത് അതൊരു ജീവിത വഴിയാണ് എന്നുള്ളത് തിരിച്ചറിയുവാൻ തീർച്ചയായിട്ടും നമ്മുടെ യുവതലമുറയിലൂടെ കഥകളി ഇനിയും വാഴണം, വിളങ്ങണം എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി എന്ന നിലയിലാണ് ഇത്രയധികം യുവാക്കളെ ഈ ഒരു കൂട്ടായ്മ കാണുന്നത് പ്രത്യേക സന്തോഷമുണ്ട്. ഉദ്ഘാടനത്തിനെത്തിയ ദിവ്യ എസ് അയ്യർ കഥകളി പദവും ആലപിച്ചു. ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് രവി മൈനാഗപ്പള്ളി അധ്യക്ഷത വഹിച്ചു. മണ്ണൂർക്കാവ് വനദുർഗ പുരസ്കാരം കഥകളി ആചാര്യൻ സദനം കൃഷ്ണൻകുട്ടിക്ക് സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് PK ഗോപൻ മുഖ്യപ്രസംഗം നടത്തി. പഞ്ചായത്ത് എല്ലാ വർഷവും ആശ്രാമം മൈതാനിയിൽ ഓണമേള സംഘടിപ്പിക്കുന്നുണ്ട്. ആ ഓണമേളയിലും കഥകളി ഒരു വിഭവമാണ്. ഇപ്പൊ തന്നെ 28-ാം തീയതി ആരംഭിക്കുന്ന ഓണമേളയിൽ 1-ാം തീയതി അവിടെ കഥകളി വെച്ചിട്ടുണ്ട്. പ്രശാന്തും അനിൽകുമാറുമാണ് വേഷമിടുന്നത്. ഇവിടെ നമ്മൾ അവതരിപ്പിക്കുന്നത് പോലെ ഒരു സമ്പൂർണ്ണ കഥ അവതരിപ്പിക്കൽ പ്രായോഗികമല്ല. ഒരു 1-1.25 മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഏതെങ്കിലും പ്രധാനപ്പെട്ട കഥകളിലെ ഒരു പ്രധാന സന്ദർഭത്തെയാണ് നമ്മൾ ആവിഷ്കരിക്കുന്നത്. ക്ഷേത്ര ഭരണസമിതി സെക്രട്ടറി സുരേഷ് രാമവിള, അൻസർ ഷാഫി, ഉല്ലാസ് കോവൂർ, കലാമണ്ഡലം പ്രശാന്ത്, അജി ശ്രീകുട്ടൻ, T സുരേന്ദ്രൻപിള്ള, VR സനിൽചന്ദ്രൻ, ശ്രീശൈലം ശിവൻപിള്ള തുടങ്ങിയവർ പങ്കെടുത്തു. മുഖ്യമന്ത്രിയുടെ വിശിഷ്ട സേവനത്തിനുള്ള മെഡൽ നേടിയ SI C വേണുഗോപാൽ, എക്സൈസ് ഓഫീസർ R ഗോകുൽ, വിവിധ മേഖലകളിൽ മികവ് പുലർത്തിയവർ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട. കസവുസാരിയും മുല്ലപ്പൂവും ചൂടി കേരളീയ വനിതയായി മൊണാലിസ. കേരള ടൂറിസത്തിന്റെ ഓണം പ്രചാരണത്തിന്റെ ഭാഗമായാണ് ടൂറിസം വകുപ്പിന്റെ വ്യത്യസ്തമായ ക്യാമ്പയിൻ. സാമൂഹ്യ മാധ്യമങ്ങളിലും മൊണാലിസ ചർച്ചയാണ്. കേരള ടൂറിസത്തിന്റെ ഓണം പ്രചാരണത്തിന്റെ ഭാഗമായാണ് ലിയനാർഡോ ഡാവിഞ്ചിയുടെ വിഖ്യാത ചിത്രത്തെ കേരള തനിമയോടെ അവതരിപ്പിച്ചത്. നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് രൂപകൽപ്പന ചെയ്ത ചിത്രം കേരള ടൂറിസത്തിന്റെ സാമൂഹിക മാധ്യമ പേജുകളിലൂടെയാണ് പുറത്തുവിട്ടത്. കേരളത്തിലേക്ക് ഓണക്കാലം ആഘോഷിക്കാൻ വിനോദസഞ്ചാരികളെ ക്ഷണിക്കുക എന്നതാണ് ക്യാമ്പയിന്റെ ലക്ഷ്യം. ഇതിനോടകം തന്നെ കസവുസാരിയും മുല്ലപ്പൂവും ചൂടിയ കേരളീയ വനിതയായി നിൽക്കുന്ന മൊണാലിസയുടെ ചിത്രം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്ക് പേജുകളിൽ ചർച്ചയായി. ന്യൂസ് ഡെസ്ക്, സൗത്ത് വിഷൻ. ഈ വർഷത്തെ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണം ഇന്ത്യയിൽ ദൃശ്യമാകും. ബ്ലഡ് മൂണായാണ് ചന്ദ്രനെ കാണാൻ കഴിയുക. സെപ്റ്റംബർ 7-8 തീയതികളിലാണ് ചന്ദ്രഗ്രഹണം നടക്കുന്നത്. പൂർണ്ണതയിൽ 1 മണിക്കൂറോളം ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിൽ ചന്ദ്രനെ കാണാൻ കഴിയും.
സെപ്റ്റംബർ 7, 8 തീയതികളിലാണ് ഈ വർഷത്തെ രണ്ടാമത്തെ ചന്ദ്രഗ്രഹണം നടക്കുന്നത്. ഇന്ത്യയിലും ഇത് കാണാൻ കഴിയും. ഭൂമി സൂര്യനും ചന്ദ്രനും മധ്യത്തിൽ വരുമ്പോഴാണ് ചന്ദ്രഗ്രഹണം ഉണ്ടാകുന്നത്. ഭൂമിയുടെ നിഴൽ ചന്ദ്രനിൽ പതിക്കുകയും ചന്ദ്രൻ മങ്ങിയോ ചുവപ്പ് നിറത്തിലോ കാണപ്പെടുകയും ചെയ്യുന്നു. ഭൂമിയുടെ അന്തരീക്ഷം സൂര്യന്റെ പ്രകാശത്തെ വ്യതിചലിപ്പിക്കുകയും ചുവപ്പ് നിറത്തിലുള്ള പ്രകാശം മാത്രം ചന്ദ്രനിൽ എത്തുകയും ചെയ്യുന്നു. ഇതാണ് ചന്ദ്രനെ ചുവപ്പ് നിറത്തിൽ കാണാനുള്ള കാരണം. പൂർണ്ണതയിൽ 1 മണിക്കൂറോളം ഓറഞ്ച് അല്ലെങ്കിൽ ചുവപ്പ് നിറത്തിൽ ചന്ദ്രനെ കാണാം. സൂര്യപ്രകാശം ഭൂമിയുടെ അന്തരീക്ഷത്തിലൂടെ കടന്നു പോകുമ്പോൾ നീല, വയലറ്റ് തുടങ്ങിയ ചെറിയ തരംഗദൈർഘ്യമുള്ള നിറങ്ങൾ ചിതറിക്കിടക്കുന്നു. അതേസമയം ചുവപ്പ്, ഓറഞ്ച് തുടങ്ങിയ കൂടുതൽ തരംഗദൈർഘ്യമുള്ള നിറങ്ങൾ കടന്നുപോകുന്നു. ഇത് ചന്ദ്രനെ ചുവപ്പ് കലർന്ന തിളക്കത്തോടെ പ്രകാശിപ്പിക്കുന്നു. സാംസ്കാരിക പൗരാണിക പ്രാധാന്യത്തിനൊപ്പം ഗോളവസ്തുക്കളുടെ ചലനത്തെക്കുറിച്ചും ഭൂമിയുടെ അന്തരീക്ഷത്തിന്റെ സ്വഭാവത്തെക്കുറിച്ചും മനസ്സിലാക്കാൻ ബ്ലഡ് മൂൺ പോലെയുള്ള ആകാശവിസ്മയങ്ങൾ സഹായിക്കുന്നുണ്ട്. വിവിധ ശാസ്ത്ര സംഘടനകൾ ചന്ദ്രഗ്രഹണം ദർശിക്കാനുള്ള വിപുലമായ ക്രമീകരണങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്. ന്യൂസ് ബ്യൂറോ, കൊല്ലം. കരുനാഗപ്പള്ളി നാടകശാല ഓണാഘോഷ പരിപാടികൾ നടത്തി. ഓണവസ്ത്ര വിതരണം, നാടകം, വിവിധ കലാപരിപാടികൾ എന്നിവ അരങ്ങേറി. കരുനാഗപ്പള്ളി നാടകശാല ഓണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു. ഇതോടൊപ്പം ഓണവസ്ത്ര വിതരണവും നടത്തി. നാടകശാല മാഗസിന്റെ 57ാമത് ലക്കം ഡോക്ടർ കുര്യൻ ജോൺ മേളാമ്പറമ്പിൽ പ്രകാശനം ചെയ്തു. നാടകശാലയുടെ ഓണാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. കുട്ടികളുടെ കഴിവ് പരമാവധി ഉപയോഗപ്പെടുത്തിക്കൊണ്ടവരെ ചിത്രകലാരംഗത്ത് വലിയ രീതിയിൽ അവരെ കൈവരിച്ചു വരുന്ന ഒരു സംരംഭമാണ് ഈ സ്ഥാപനം. എല്ലാ വർഷവും ഓണാഘോഷം മാത്രമല്ല എല്ലാ ആഘോഷങ്ങളും വളരെ സമൃദ്ധിയായിട്ടാണ് ഈ സ്ഥാപനം ആഘോഷിക്കുന്നത്. തീർച്ചയായും ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്ക്, അതിലും ഇവിടെ പഠിച്ചുപോയ കുട്ടികൾ ഉയർന്ന തരത്തിലുള്ള ജോലി സമ്പാദിച്ചിട്ടുണ്ട്. ഈ രംഗത്തിന് വലിയ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഭാവിയിലും അവർക്ക് ഉതകുന്ന തരത്തിലുള്ള കഴിവുകൾ കൊടുക്കുവാൻ ഈ സ്ഥാപനത്തെ കഴിയുമാറായിട്ട് സൂചിപ്പിച്ചുകൊണ്ട് ഈ ഓണാഘോഷത്തിൽ എല്ലാവരും ആശംസകൾ നിൽക്കുന്നു. അഡ്വക്കേറ്റ് അനിൽ എസ് കല്ലേലി ഭാഗം അധ്യക്ഷത വഹിച്ചു. ഓണവസ്ത്ര വിതരണത്തിന്റെ ഉദ്ഘാടനം അയ്യൂബ് ഖാൻ നിർവഹിച്ചു. കരാക്കെ ഗാനമേള, കവിയരങ്ങ്, കൊല്ലം അശ്വതി ഭാവനിയുടെ അക്കരെ പെയ്ത മഴ എന്ന നാടകവും അരങ്ങേറി. കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടി, ഡി മുരളീധരൻ, തോപ്പിൽ ലത്തീഫ്, വേണുഗോപാൽ പാലക്കാട്, പോണാൽ നന്ദകുമാർ, ഷാനവാസ് കമ്പിക്കീഴിൽ, ഡോക്ടർ നീമ, സിന്ധു സുരേന്ദ്രൻ, ജോഷി, അഡ്വക്കേറ്റ് രാജീവ്, രാമാനുജൻ തമ്പി, ചേർത്തല രാജൻ, രത്നമ്മ ബ്രാഹ്മമുഹൂർത്തം തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കരുനാഗപ്പള്ളി. കുടുംബമേളയും ഓണാഘോഷവും നടത്തി. ചവറ കുളങ്ങര ഭാഗം ദേവിവിലാസം NSS കരയോഗത്തിലാണ് കുടുംബമേളയും ഓണാഘോഷവും നടന്നത്. ആദരവ്, വിദ്യാഭ്യാസ സഹായം, കലാപരിപാടികൾ എന്നിവയും നടന്നു. ചവറ കുളങ്ങര ഭാഗം 459 നമ്പർ ദേവിവിലാസം NSS കരയോഗത്തിലാണ് കുടുംബമേള സംഘടിപ്പിച്ചത്. ഇതോടനുബന്ധിച്ച് ഓണാഘോഷ പരിപാടികളും നടത്തി. കരയോഗ കുടുംബാംഗങ്ങളുടെ കലാകായിക പരിപാടികൾ, ഓണസദ്യ എന്നിവ നടന്നു. പുരസ്കാര സമർപ്പണം, ആദരവ്, ചികിത്സാ സഹായ വിതരണം, വിദ്യാഭ്യാസ ധനസഹായ വിതരണം, ഓണക്കിറ്റ് വിതരണം എന്നിവയും നടത്തി. പരിപാടികളുടെ ഭാഗമായി സംഘടിപ്പിച്ച പൊതുയോഗം NSS ട്രഷറർ അഡ്വക്കേറ്റ് NV അയ്യപ്പൻപിള്ള ഉദ്ഘാടനം ചെയ്തു. മന്നം പ്രതിഭാ പുരസ്കാര സമർപ്പണം, ചികിത്സാ സഹായ വിതരണം, ഓണക്കിറ്റ് വിതരണം, ആദരവ് എന്നിവയും NSS ട്രഷറർ നിർവഹിച്ചു. പക്ഷേ വോട്ട് ബാങ്കുകൾക്ക് വേണ്ടിയുള്ള ഈ തരം ചെപ്പിടി വിദ്യകൾ അധികാരമുള്ളവർക്ക് അധികാരത്തിൽ അത് ഉറപ്പിക്കണം, അധികാരം നഷ്ടപ്പെട്ടവർക്ക് തിരിച്ചു പിടിക്കണം. അവിടെ സത്യവും ധർമ്മവും ഒന്നും പ്രശ്നമല്ല. വോട്ടുകൾ 1-2 വോട്ടല്ല, വോട്ട് ബാങ്കുകൾ. ജാതി സെൻസസ് എടുക്കുമ്പോൾ അറിയാം ഏറ്റവും കൂടുതൽ ഏത് ജാതിയിലാണ് ആളുകൾ അറിയണം. അവരോടൊപ്പം നിൽക്കുക, അവരെ പ്രീണിപ്പിക്കുക, അവരെ സഹായിക്കുക. വേറെ ആരുടെയും എണ്ണത്തിൽ കുറഞ്ഞവരെ ആരെയും വേണ്ട. ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും. അപ്പോൾ അങ്ങനെ ആയിരിക്കുമ്പോൾ എങ്ങനെയായിരിക്കും? ഈ മുന്നോക്ക സമുദായത്തിൽ എണ്ണം കുറവാണെന്ന് പറഞ്ഞല്ലേ തള്ളുന്നത്. പക്ഷെ ഒരുമിച്ചൊന്ന് നോക്കട്ടെ, എണ്ണം കുറഞ്ഞിട്ടുണ്ടോ എന്ന് അറിയാം. അവർ ഛിന്ന ഭിന്നമായി അവരെ ദ്രോഹിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലെല്ലാം വ്യാപരിച്ച് ഇങ്ങനെ കഴിഞ്ഞു പോവുകയാണ്. സംഘടിത ശക്തിയായി ഈ സമുദായത്തിന് ഉയർത്തെഴുന്നേൽക്കാൻ കഴിയും. അത് മാത്രമേ അനുഭവിക്കുന്ന പ്രാരാബ്ദങ്ങളും ബുദ്ധിമുട്ടുകളും ഒഴിവാക്കാൻ മാർഗമുള്ളൂ. നീതി നിഷേധങ്ങൾ ഒഴിവാക്കാൻ മാർഗമുള്ളൂ. 10% സംവരണത്തിന് മനസ്സില്ലാതെ അവിടെ മുന്നോക്ക സമുദായത്തിലെ പിന്നോക്കാവസ്ഥയുള്ളവർക്ക് സംവരണം ഏർപ്പെടുത്തിയില്ലേ? ബില്ല് വന്നില്ലേ? നിയമ ഭേദഗതി വന്നില്ലേ? ഭരണഘടന ഭേദഗതി ചെയ്തില്ലേ? മനസ്സോടെയാണ് ബഹുഭൂരിപക്ഷം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കൈയടിച്ചത്. എന്നിട്ടും വിമർശിച്ചു. ഇത് സാമ്പത്തിക സംവരണമല്ലേ? ഇത് സാമ്പത്തിക അടിസ്ഥാനത്തിൽ സംവരണമല്ലേ? ഭരണഘടനയിൽ വ്യവസ്ഥയുണ്ടോ? കൈയടിച്ച വോട്ടെടുത്തുള്ളവരും വിമർശിച്ചതാണ്. ഡോക്ടർ സുജിത്ത് വിജയൻപിള്ള MLA മന്നം പ്രതിഭാ പുരസ്കാരം ഏറ്റുവാങ്ങി. വയോരത്ന പുരസ്കാരത്തിന്റെ വിതരണം MLA നിർവഹിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് CP സുധീഷ് കുമാർ വിദ്യാർത്ഥികളെ ആദരിച്ചു. വിഷ്ണു V നായർ, S രാജേന്ദ്രൻപിള്ള, S പത്മകുമാരി, M വേണുഗോപാലൻ നായർ,
ആർ ഇന്ദു, ഗംഗാധരൻ പിള്ള, ഒ ശ്രീജ, കെ വി ഹേമചന്ദ്രൻ, പി ജയകുമാരി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചവറ. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട 15-കാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച 25-കാരൻ അറസ്റ്റിൽ. പുനലൂർ മണിയാർ പരവട്ടം സ്വദേശി ഷാഹിനാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. ഇയാളെ പോക്സോ കേസ് ചുമത്തി റിമാൻഡ് ചെയ്തു. ഒരു വർഷം മുമ്പ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയെ ഷാഹിൻ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുകയായിരുന്നു. പല സ്ഥലങ്ങളിൽ പെൺകുട്ടിയെ എത്തിച്ച് പീഡിപ്പിച്ചു. കഴിഞ്ഞ മാസം പെൺകുട്ടിയുടെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയം വീട്ടിലെത്തിയും പീഡനത്തിനിരയാക്കി. പെൺകുട്ടിയുടെ സ്വഭാവത്തിലുണ്ടായ മാറ്റമാണ് വീട്ടുകാരിൽ സംശയം ജനിപ്പിച്ചത്. വീട്ടുകാർ പെൺകുട്ടി ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോൺ പരിശോധിച്ചപ്പോൾ യുവാവിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചു. ഇതോടെയാണ് പീഡന വിവരം പെൺകുട്ടി വീട്ടുകാരോട് പറഞ്ഞത്. തുടർന്ന് അഞ്ചൽ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മണിയാർ ഭാഗത്തു നിന്നുമാണ് യുവാവിനെ പോലീസ് പിടികൂടിയത്. പോക്സോ കേസ് ചുമത്തി ഇയാളെ റിമാൻഡ് ചെയ്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. വായനശാലകൾ ആരംഭിക്കാൻ പുസ്തക വണ്ടിയുമായി KPCC സംസ്കാര സാഹിതി. സംസ്ഥാനത്ത് 100 ഇടങ്ങളിൽ വായനശാലകൾ ആരംഭിക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് പുസ്തകവണ്ടി യാത്ര ചെയ്യുന്നത്. കുന്നത്തൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പുസ്തകവണ്ടിയുടെ യാത്ര CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. KPCC സംസ്കാര സാഹിതിയുടെ നേതൃത്വത്തിൽ കേരളത്തിലെ 100 ഇടങ്ങളിൽ വായനശാലകൾ ആരംഭിക്കുന്നു. വായനശാലകൾക്ക് ആവശ്യമായ പുസ്തകങ്ങൾ പുസ്തകവണ്ടി യാത്ര ചെയ്ത് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് ശേഖരിച്ചാണ് വായനശാല ആരംഭിക്കുന്നത്. സംസ്കാര സാഹിതി പുസ്തകവണ്ടിയുടെ യാത്ര സംസ്ഥാന ചെയർമാൻ CR മഹേഷ് MLA ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ഇത്തരത്തിൽ പുസ്തകവണ്ടി യാത്ര ചെയ്ത് പുസ്തകം ശേഖരിച്ചാണ് വായനശാലകൾ ആരംഭിക്കുന്നതെന്ന് CR മഹേഷ് MLA അഭിപ്രായപ്പെട്ടു. പുസ്തകങ്ങൾ എങ്ങനെ സമാഹരിക്കും എന്നുള്ള ചിന്തയിലാണ് ഓരോ നിയോജക മണ്ഡലത്തിലും പുസ്തകവണ്ടി എന്നുള്ള കാഴ്ചപ്പാട് വന്നത്. വളരെ മനോഹരമായി പഴയ അംബാസഡർ കാറിൽ അലങ്കരിച്ചിട്ടുള്ള ഈ പുസ്തകവണ്ടി നമ്മുടെ ഗ്രാമീണ മേഖലകളിലൂടെ സഞ്ചരിക്കും. അപ്പോൾ എല്ലാ വീടുകളിലും എത്തി പ്രധാനപ്പെട്ട പോയിന്റുകളിലെത്തി നാട്ടുകാർ തരുന്ന ജനങ്ങളുടെ സഹകരണത്തോടു കൂടിയിട്ടാണ് 1000 പുസ്തകം സമാഹരിക്കുന്നത്. അങ്ങനെ 1000 പുസ്തകം സമാഹരിച്ചതിന് ശേഷം കേരളത്തിലെമ്പാടും ഒരുപോലെ 100 വായനശാലകൾ ഒരുമിച്ച് ആരംഭിക്കുന്ന ഈ വിപ്ലവകരമായ ഒരു പരിപാടിക്കാണ് ഇന്നിവിടെ തുടക്കം കുറിച്ചത്. കുന്നത്തൂർ നിയോജകമണ്ഡലത്തിൻ്റെ പുസ്തകവണ്ടിയുടെ ഉദ്ഘാടനമാണ് സംസ്ഥാനതല ഉദ്ഘാടനമായി ഞങ്ങളിവിടെ നിർവഹിക്കുന്നത്. ഏകദേശം 250ഓളം പുസ്തകവണ്ടിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി CR മഹേഷ് MLAയിൽ നിന്നും കുന്നത്തൂർ നിയോജക മണ്ഡലം ചെയർമാൻ ഷാൻ ഏറ്റുവാങ്ങി. സംസ്കാര സാഹിതി വർക്കിംഗ് ചെയർമാൻ NV പ്രദീപ് കുമാർ, ജനറൽ കൺവീനർ ആലപ്പി അഷറഫ്, വൈസ് ചെയർമാൻ ഉണ്ണികൃഷ്ണൻ, ജനറൽ സെക്രട്ടറി അനി വർഗീസ്, R രശ്മി, വേണുഗോപാലക്കുറുപ്പ്, PK ജയകൃഷ്ണൻ, ആദിനാട് ശശി, ജില്ലാ ചെയർമാൻ എബി പാപ്പച്ചൻ, കൺവീനർ SM ഇക്ബാൽ, ഷാൻ ശാസ്താംകോട്ട, സജീവ് മാമ്പറ, സൈറസ് പോൾ എന്നിവർ പങ്കെടുത്തു. കേരളമെമ്പാടും 100 വായനശാലകൾ ആരംഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആരംഭിച്ച പുസ്തകവണ്ടിയുടെ പ്രയാണമാണ് ഇന്ന് ഇവിടെ ബഹുമാന്യനായ നമ്മുടെ പ്രിയപ്പെട്ട MLA സംസ്കാര സാഹിതിയുടെ ചെയർമാൻ ശ്രീ CR മഹേഷ് നിർവഹിച്ചു. കേരളത്തിലെ പൊതുജന സഹായത്തോടുകൂടി കേരളത്തിൽ പുതിയതായി 100 വായനശാലകൾ, ഗ്രന്ഥശാലകൾ ആരംഭിക്കുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും കലാ സാംസ്കാരിക പ്രസ്ഥാനങ്ങളും നടത്തുന്ന പരിപാടികളിൽ നിന്ന് വളരെ വ്യത്യസ്തമായി വിജ്ഞാന വിസ്ഫോടനത്തിനുതകുന്ന തരത്തിൽ വായനശാലകൾക്കും പുസ്തകങ്ങൾക്കുമുള്ള പ്രാധാന്യം സാധാരണ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടി കേരള KPCCയുടെ സംസ്ഥാന സാഹിതി നടത്തുന്ന ഐതിഹാസികമായ ഒരു യജ്ഞമാണ് പുസ്തകവണ്ടി. ന്യൂസ് ബ്യൂറോ, തഴവ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ട് പ്രകടനവും കോലം കത്തിക്കലും നടത്തി. അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഞ്ചൽ ഏരിയ കമ്മിറ്റിയാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രകടനവും കോലം കത്തിക്കലും നടത്തിയത്.
അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ അഞ്ചൽ ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അഞ്ചൽ ആറോ ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ പ്രകടനം ചന്തമുക്കിൽ സമാപിച്ചു. ജില്ലാ സെക്രട്ടറി സുജ ചന്ദ്രബാബു പ്രതിഷേധ യോഗം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന് തന്നെ അപമാനമായി നമ്മുടെ നിയമസഭാ അംഗം കൂടിയ രാഹുൽ മാങ്കൂട്ടം നമ്മളെ ഒരു യുവ നടിയെ ശാരീരികമായും മാനസികമായും എല്ലാം വളരെ മ്ലേച്ഛമായ തരത്തിൽ കൈകാര്യം ചെയ്തുകൊണ്ട് കേരള സമൂഹത്തിന് തന്നെ അപമാനമായി മാറിയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടം അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷ സ്ഥാനം രാജിവെച്ചിരിക്കുന്നു. എന്നാൽ അതുപോലെ MLA സ്ഥാനം കൂടി നമ്മളെ നിയമസഭാ സാമാജികനായിരിക്കാൻ യോഗ്യതയില്ല എന്ന് തെളിയിച്ചിരിക്കുകയാണ്. അതുകൂടി രാജിവെച്ചുകൊണ്ട് നമ്മുടെ കേരള സമൂഹത്തിനും നമ്മളെ യുവതികൾക്കും അവരുടെ എല്ലാം മാനം സംരക്ഷിക്കുന്നതിന് വേണ്ടി രാഹുൽ മാങ്കൂട്ടം ഇടപെടണമെന്ന് മാത്രം ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട് അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണമെന്നാണ് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത്. ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് രഞ്ജു സുരേഷ്, ഏരിയ പ്രസിഡന്റ് അംബികകുമാരി, മായാകുമാരി എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ആസ്പദമായിട്ടുള്ള സംഭവം ഇവിടെ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷ പദവിയിൽ ഇരുന്ന ഒരു ചെറുപ്പക്കാരൻ, ഒരു MLA ആണ്. കാണിക്കുന്ന വൃത്തികേടുകൾ പുറത്തു പറയാൻ കൊള്ളാത്ത രീതിയാണ്. ഇപ്പോൾ TV തുറന്നു കഴിഞ്ഞാൽ കാണും, എല്ലാ പെൺകുട്ടികൾക്കും അശ്ലീല മെസ്സേജുകൾ അയക്കുകയാണ്. കാണുന്ന സുന്ദരികളായിട്ടുള്ള പെൺകുട്ടികളെ പേര് ആദ്യം നമ്പർ വാങ്ങിക്കുക, മെസ്സേജ് അയക്കുക, അവരെ ശല്യപ്പെടുത്തുക, പിന്നീട് അവരെ വീട്ടിലേക്ക് ക്ഷണിക്കുക, പിന്നീട് അങ്ങോട്ട് നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയാൻ കൊള്ളുകയില്ല. ഒരു കാരണവശാലും ഇതുപോലെയുള്ള പരമചെറ്റകളായിട്ടുള്ള ജനപ്രതികളുണ്ട് എന്നുണ്ടെങ്കിൽ കോൺഗ്രസ്സുകാരാണെങ്കിലും യൂത്ത് കോൺഗ്രസ് ആണെങ്കിലും നമ്മുടെ നാടിനോടൊരു മര്യാദ കാണിക്കണം. നിങ്ങൾ പറയേണ്ടുന്നത് അവരെ കൊണ്ട് രാജിവെപ്പിക്കണം. ജനങ്ങൾ കൊടുത്ത ഔദാര്യമാണ്, പദവിയാണ് MLA എന്ന് പറയുന്ന സ്ഥാനം. ആ MLA സ്ഥാനം രാജിവെക്കാൻ തയ്യാറാകണം, അല്ലെങ്കിൽ അയാളെ കൊണ്ട് രാജിവെപ്പിക്കണം ഈ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും എന്ന് പറയുന്നത്. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. പ്രധാന വാർത്തകൾ വീണ്ടും. കരുനാഗപ്പള്ളിയിൽ നിരവധി പേരെ തെരുവുനായ കടിച്ചു. 3 വയസ്സുകാരി ഉൾപ്പെടെയാണ് തെരുവുനായ കടിച്ചത്. മരുതൂർ കുളങ്ങരയിലാണ് സംഭവം. ഇൻസ്റ്റഗ്രാം വഴി പരിചയം. 15-കാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ചു. 25-കാരൻ അറസ്റ്റിൽ. പുനലൂർ മണിയാർ പരവട്ടം സ്വദേശി ഷാഹിനാണ് അഞ്ചൽ പോലീസിന്റെ പിടിയിലായത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന് ആവശ്യം. രാഹുലിന്റെ കോലം കത്തിച്ച് പ്രതിഷേധം. അഞ്ചലിലും തെന്മലയിലും കോലം കത്തിച്ചു. യുവാക്കൾക്കും പുതുതലമുറയ്ക്കും ഉപകരിക്കത്തക്ക വിധം കഥകളിയെ സംഘടിപ്പിക്കേണ്ടതുണ്ടെന്ന് സാംസ്കാരിക വകുപ്പ് ഡയറക്ടർ ദിവ്യ S. അയ്യർ. ജീവിതത്തിന്റെ അശാന്തകാലത്ത് ശാന്തത പകരുന്ന കലയാണ് കഥകളിയെന്നും ദിവ്യ S. അയ്യർ. മൈനാഗപ്പള്ളി മണ്ണൂർക്കാവിൽ കഥകളി ഫെസ്റ്റ് സമാപിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.